ഈ ഒരു ജ്യൂസ് കുടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പക്ഷെ കുടിച്ചാലുണ്ട് പിന്നെ നമുക്ക് നിർത്താൻ പറ്റൂല. ആ ഒരു ഫുൾ ബോട്ടിൽ തീരുന്നവരെ നമ്മൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. വല്ലാത്തൊരു അഡിഷൻ പോകണം ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ഒരു പ്രാവശ്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് തീരുന്നവരെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു 10-12ഓളം പാഷൻ ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലുള്ള ആ ഒരു ഫ്ലഷ് മാത്രമായിട്ടൊരു വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. കത്തി കൊണ്ട് ഒരു സെൻറ്ററിൽ ഒരു കുത്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ എടുക്കുന്നുണ്ട്. ഒരു 10-12 ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ചിട്ടാണ് എടുക്കാനായിട്ട്. ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെല്ലാം കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റും. ഞാൻ ഇപ്പോൾ ജ്യൂസൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ജാറുണ്ടല്ലോ, അതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഒരു 1, 2, 3 അല്ലെങ്കിൽ ഒരു പൾസ് മോഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കുരു ഒന്നും അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഒരുപാട് നമ്മളിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുരുവൊക്കെ അരിഞ്ഞിട്ട് അത് അത്ര നന്നാവില്ല കേട്ടോ. അപ്പം 1-2 കുരുവൊക്കെ അരിഞ്ഞു പോകുമായിരിക്കും, എന്നാലും ബാക്കിയുള്ളതൊന്നും അരിയില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വേണമെങ്കിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഇപ്പോൾ ഭയങ്കര പുളി, ഇപ്പം മധുരം കുറച്ച് കാണും, നല്ല പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ ഇനി ഇതിലാണ് വെള്ളം ചേർക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതാ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് അരിച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുരു ഒന്നും കണ്ടതാ ഒന്നും അരിഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. നമുക്ക് കളയാതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആ എടുത്തിട്ടുള്ള ഒരു പൾപ്പ് ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. അല്ല ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇനി വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അളവിന് കറക്റ്റ് 2 ലിറ്റർ വെള്ളം ചേർക്കണേ, അല്ലെങ്കിൽ നല്ല പുളിയായിരിക്കും. ആ ഒരു മധുരവും ഉപ്പും എല്ലാം കറക്റ്റ് ബാലൻസിങ് ആയിരിക്കും കേട്ടോ. ഒരു 2 ലിറ്റർ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കൊന്നും പറയാറുണ്ട്, എനിക്ക് ഇതിനെ കൂടുതൽ അങ്ങനെ വർണ്ണിക്കാനൊന്നും അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് റെസിപ്പിയും കുഞ്ഞ് വീഡിയോയ്ക്കാണ്. അപ്പോൾ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു റെസിപ്പിയും വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.